ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കന്നിമാസം തുടങ്ങിക്കഴിഞ്ഞു. കന്നിമാസം എന്ന് പറയുന്നത് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യങ്ങളൊന്നും നമ്മൾ തുടങ്ങാത്ത ഒരു മാസമാണ്. പക്ഷേ ദൈവിക കാര്യങ്ങൾ ചെയ്യുന്നതിന് ഏറ്റവും ശ്രേയസ്കരമായ ഒരു മാസമാണ് കന്നിമാസം. പുരട്ടാസി മാസം എന്നാണ് ഈ മാസത്തിനെ ആന്ധ്രയിലുള്ള ജനങ്ങൾ വിളിക്കുന്നത്. ഈ മാസം അവരെ സംബന്ധിച്ചിടത്തോളം വിഷ്ണു ഭജനത്തിന് ഏറ്റവും ഉത്തമമായി അവർ കരുതുന്നു. അതുകൊണ്ട് തന്നെ തിരുമല ക്ഷേത്ര ദർശനത്തിന് ഏറ്റവും ഉത്തമമായ മാസമാണ്. അതിഭയങ്കരമായ തിരക്കുള്ള ഒരു സമയമാണ് ഈ സമയം. തിരുപ്പതി ഭഗവാൻ, അതായത് ബാലാജി വെങ്കടേശ്വര സ്വാമി ഈ മാസത്തിൽ ഭൂമി സന്ദർശിക്കാനായി വൈകുണ്ഠത്തിൽ നിന്നും വരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. പണ്ട് ഒരു കാലത്ത് ഭഗവാൻ ഇതുപോലെ ഈ മാസത്തിൽ ഭൂമിയൊക്കെ സന്ദർശിച്ചതിനു ശേഷം അദ്ദേഹം തിരിച്ച് വൈകുണ്ഠത്തിലേക്ക് എത്തി. ആ സമയത്ത് ബ്രഹ്മർഷിയായ നാരദൻ അദ്ദേഹത്തെ കാണാനായിട്ട് ചെല്ലുകയും അദ്ദേഹത്തിനോട് എങ്ങനെയാണ് അങ്ങയെ പൂജിക്കേണ്ടത്, ഈ മാസത്തിന് എന്താണ് പ്രാധാന്യം, ഈ മാസത്തിൽ എന്തൊക്കെ മനുഷ്യർ ചെയ്യണം എന്നൊക്കെ ചോദിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള മാസങ്ങളിൽ ഒരു മാസമാണ് ഈ പുരട്ടാസി മാസം. അതുകൊണ്ട് തന്നെ ഈ മാസത്തിലെ ശനിയാഴ്ച ദിവസങ്ങളിൽ ഭഗവാനെ വ്രതമെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശനി ഭഗവാന്റെ ദോഷങ്ങൾ കുറയുമെന്നും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ധാരാളമായി ലഭിക്കുമെന്നും തിരുപ്പതി ഭഗവാന്റെ സാന്നിധ്യം അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്നും എല്ലാ ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുമെന്നും ഭഗവാൻ പറയുന്നു. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയും ഇല്ലേ, ശനിദശയാണ്, കഷ്ടകാലമാണ്, ഏഴര ശനിയാണ്, കണ്ടകശനിയാണ്, ഇങ്ങനെയൊക്കെ പറയും. ദുരിതം തന്നെ ദുരിതം. അപ്പോൾ ഈ ദുരിതങ്ങളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുന്നതിനായിട്ട് ഈ മാസം ശനിയാഴ്ച ദിവസങ്ങളിൽ, സാധാരണ നമ്മൾ ശനിയാഴ്ച മഹാദേവന് വ്രതമെടുത്തിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഈ മാസത്തിൽ ശനിയാഴ്ച ദിവസം വെങ്കടേശ്വര സ്വാമിക്ക് വേണ്ടി വ്രതമെടുത്ത് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ശനി ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമെന്നും വർഷങ്ങളായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രഹപ്പിഴ ദോഷങ്ങളിൽ നിന്നും പാപദോഷങ്ങളിൽ നിന്നും രക്ഷപ്പെടുമെന്നും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ധാരാളമായി ലഭിക്കുമെന്നും വെങ്കടേശ്വര സ്വാമിയുടെ അനുഗ്രഹം ലഭിച്ചിട്ട് സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ മാസം ആന്ധ്രയിലും തമിഴ്നാട്ടിലുമൊക്കെയുള്ള ആളുകൾ ഈ മാസം മുഴുവനും ഒരു പുണ്യമാസമായി കണക്കാക്കിക്കൊണ്ട് അവർ വ്രതമെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. പരമാവധി മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യാറുണ്ട്. നെയ്വിളക്ക് ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. തിരുമല ക്ഷേത്രത്തിൽ അതിഭയങ്കരമായ തിരക്കായിരിക്കും ഈ മാസം. ഈ മാസത്തെ സംബന്ധിച്ച് മറ്റൊരു കഥ കൂടി പ്രചാരത്തിലുണ്ട്. പണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുശവൻ, അതായത് കളിമണ്ണുകൊണ്ട് പാത്രങ്ങളും വിഗ്രഹങ്ങളുമൊക്കെ ഉണ്ടാക്കുന്ന കുശവജാതിയിൽപ്പെട്ട ഒരു ആൾ തിരുപ്പതി എന്ന നഗരത്തിൽ താമസിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹം വലിയ വിഷ്ണു ഭക്തനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പേര് ഭീമൻ എന്നായിരുന്നു. ഇദ്ദേഹം ഈ മാസത്തിൽ എല്ലാ ശനിയാഴ്ചയും ഉപവസിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ പഴയ കാലമാണ്, ബസ്സൊന്നുമില്ല, തിരുമലയിലാണ് ക്ഷേത്രം, നടന്ന് പോകണം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജോലി ഭാരം കൊണ്ട് വളരെ ദരിദ്രനാണ് ഇദ്ദേഹം. ജോലി ചെയ്താൽ മാത്രമേ കുടുംബം പുലർത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇദ്ദേഹത്തിന് എല്ലാ ശനിയാഴ്ചയും ക്ഷേത്ര ദർശനം ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. കാരണം ഒന്നാമത് വളരെ സമയമെടുക്കും ഒന്ന് ക്ഷേത്രത്തിലേക്ക് പോയിട്ട് വരണമെങ്കിൽ, നടന്ന് പോകണമല്ലോ.
അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യും എന്നാലോചിച്ചിട്ട് അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തുന്നു. അദ്ദേഹം കളിമണ്ണ് കൊണ്ട് ഭഗവാന്റെ ഒരു വിഗ്രഹം ഉണ്ടാക്കുകയും ആ വിഗ്രഹത്തെ വീട്ടിൽ വെച്ച് പൂജിക്കുകയും ചെയ്യുന്നു. എന്നും പോയി നല്ല പുഷ്പങ്ങൾ പറിച്ച് കൊണ്ടുവന്ന് ഭഗവാന് സമർപ്പിക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കാതിരുന്നതുകൊണ്ട് ഇദ്ദേഹം അതിനും ഒരു മാർഗം കണ്ടെത്തുന്നു. കളിമണ്ണ് കൊണ്ട് ഇദ്ദേഹം തന്നെ മനോഹരങ്ങളായ പൂക്കളും മാലകളുമൊക്കെ ഉണ്ടാക്കി അത് ഭഗവാന് ചാർത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെ എല്ലാ ശനിയാഴ്ചയും ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് ഈ മാസത്തിൽ, പുരുട്ടാസി മാസത്തിൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടുത്തെ രാജാവ് ഭഗവാനെ കാണാനായിട്ട് തിരുപ്പതി ക്ഷേത്രത്തിലേക്ക്, തിരുമല ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഇദ്ദേഹം വലിയ വിഷ്ണു ഭക്തനായിരുന്നു ഈ രാജാവും. എല്ലാ ദിവസവും എന്നതുപോലെ രാജാവ് ഭഗവാനെ കാണാനായിട്ട് പോകുമായിരുന്നു. പോകുമ്പോഴൊക്കെ ഇദ്ദേഹം ഭഗവാന് സ്വർണങ്ങളൊക്കെ സമർപ്പിക്കുമായിരുന്നു. അങ്ങനെ അവിടുത്തെ പൂജാരിമാർ ഈ രാജാവ് കൊണ്ടുവരുന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ ഭഗവാന് ചാർത്തുമായിരുന്നു. രാജാവ് കൊണ്ടുവന്ന ആഭരണങ്ങളിട്ട് ഭഗവാൻ നിൽക്കുന്നതാണ് ഈ രാജാവ് എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ശനിയാഴ്ച രാജാവ് വന്ന്, അതായത് ഈ പുരട്ടാസി മാസം, കന്നിമാസത്തിൽ ഒരു ശനിയാഴ്ച ദിവസം രാജാവ് വന്ന് ഭഗവാനെ ദർശിക്കുമ്പോൾ, ഭഗവാനെ കാണുമ്പോൾ ഭഗവാൻ രാജാവ് കൊടുത്ത ആഭരണങ്ങളൊന്നുമല്ല ഇട്ടിരിക്കുന്നത്. അതിനു പകരം ഈ കളിമണ്ണൊക്കെ കൊണ്ടുള്ള പൂക്കളും മാലകളുമൊക്കെ ഇട്ട് നിൽക്കുന്നു. രാജാവ് വിചാരിക്കുകയാണ് ഈ പൂജാരിമാർ ഒരു കൃത്യനിഷ്ഠയില്ലാതാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഭഗവാന് ഞാൻ എത്രയോ മാലകൾ കൊടുത്തു, അതൊന്നും ചാർത്താതെ ഇതൊക്കെ ചാർത്തിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് വളരെ തെറ്റായിപ്പോയി എന്നും പറഞ്ഞ് പൂജാരികളെയൊക്കെ വിളിച്ചിട്ട് അവരെ വഴക്ക് പറയുന്നു. അപ്പോൾ അവരും അങ്ങ് അത്ഭുതപ്പെടുകയാണ്. അവർ പക്ഷേ ഇതൊന്നുമല്ല ചാർത്തിയത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുന്നു. അന്ന് രാത്രിയിൽ രാജാവിൻ്റെ സ്വപ്നത്തിലേക്ക് ഭഗവാൻ വരികയാണ്. ഭഗവാൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരു കുശവൻ വളരെ സ്നേഹത്തോടു കൂടിയും ഭക്തിയോടു കൂടിയും എന്നെ ഈ കളിമണ്ണ് കൊണ്ടുള്ള പൂക്കളും മാലകളും കൊണ്ട് പൂജിക്കുന്നുണ്ട്. എനിക്ക് അത് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനത് ചാർത്തി ഇരിക്കുന്നത് എന്ന് രാജാവിനോട് പറയുന്നു. രാജാവ് വളരെ അത്ഭുതപ്പെടുന്നു. കാരണം വളരെ വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ രാജാവ് കൊണ്ട് കൊടുക്കുന്നു. പക്ഷേ ശനിയാഴ്ച ദിവസം ഇദ്ദേഹം ഈ കളിമണ്ണ് കൊണ്ടുള്ള പൂക്കളും മാലകളുമൊക്കെയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ തന്നേക്കാൾ വലിയ ഭക്തൻ ആരാണ് എന്നറിയുന്നതിന് വേണ്ടി രാജാവ് ഈ കുശവനെ അന്വേഷിച്ച് കണ്ടെത്തുകയും അങ്ങനെ ഭീമൻ എന്ന പേരുള്ള ആ കുശവന് ധാരാളം സമ്മാനങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തെ ആദരിക്കുന്നതിനായിട്ട് ഈ മാസത്തിൽ ധാരാളം ആളുകൾ കളിമണ്ണ് കൊണ്ടുള്ള കലത്തിൽ ഭഗവാന് നൈവേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ക്ഷേത്രത്തിലും കളിമണ്ണ് കൊണ്ടുള്ള കലത്തിൽ നൈവേദ്യം സമർപ്പിക്കാറുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യുന്നുവെന്ന് കരുതുന്നു. ഈ മാസത്തെ പ്രാധാന്യം മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇക്കാര്യം പറഞ്ഞത്. ധാരാളം ആളുകൾ ഈ മാസം വ്രതമെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം, ഒന്നുകിൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നോൺ വെജ് ഈ മാസം ഒഴിവാക്കുക. അതിന് സാധിക്കുന്നില്ലെങ്കിൽ എല്ലാ ശനിയാഴ്ചകളും നിങ്ങൾ ഏകാദശി വ്രതം എടുക്കുന്നത് പോലെ വ്രതമെടുത്ത് ഭഗവാന് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ ഒരു കാര്യം ചെയ്യുന്നത്, ചില ആളുകൾ ഈ ഒരു മാസം ഞാൻ ഇലക്കറികൾ കഴിക്കില്ല, അതല്ലെങ്കിൽ ഞാൻ ധാന്യവർഗ്ഗങ്ങൾ, അതായത് ഇപ്പോൾ ഒരു ധാന്യവർഗ്ഗമായിരിക്കും, ഇപ്പോൾ ചെറുപയർ, അത് ഞാൻ പൂർണ്ണമായിട്ടും ഈ ഒരു മാസം ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ കടല ഒഴിവാക്കുന്നു, അതല്ലെങ്കിൽ ചുവന്ന ചീര അത് ഞാൻ ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ പാലുൽപ്പന്നങ്ങളും അത് ഞാൻ ഒഴിവാക്കുന്നു. ചിലപ്പോൾ ചില പച്ചക്കറി ആയിരിക്കും, കോളിഫ്ലവർ അല്ലെങ്കിൽ ഉരുളൻകിഴങ്ങ്, ആ ഒരു കാര്യം ഞാൻ ഈ മാസം കഴിക്കില്ല. അങ്ങനെ ഏതെങ്കിലും നമുക്കിഷ്ടമുള്ള സാധനങ്ങളിൽ ഒരു സാധനം ഉപേക്ഷിച്ചുകൊണ്ട് വ്രതമെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ സാധിക്കുന്നത് അതനുസരിച്ചിട്ട് ചെയ്യുക. എന്തായാലും ഈ മാസത്തെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. ശനിയാഴ്ച ദിവസങ്ങളിൽ തിരുപ്പതി വെങ്കടേശ്വരനെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കുക. തിരുമലയ്ക്ക് പോയി തൊഴാൻ സാധിക്കുന്നവർ പോവുക. നല്ല തിരക്കാണ്, അത് മനസ്സിലാക്കിയിട്ട് വേണം പോകാനായിട്ട്. അതല്ലെങ്കിൽ എല്ലാ ദിവസവും, അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ ഒക്കെ ഭഗവാന് നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അങ്ങേയറ്റം ശ്രേയസ്കരമാണ്. അപ്പോൾ ഈ മാസത്തെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ
പ്രാർത്ഥിക്കുക. നിങ്ങളൊരു പുതിയ മൺപാത്രം, എന്തെങ്കിലും ഒരു ചെറിയ മൺപാത്രം പോലെ മേടിച്ചിട്ട് ആ മൺപാത്രത്തിൽ ശനിയാഴ്ച ദിവസങ്ങൾ ഭഗവാന് ഒരു പഴമോ അതല്ലെങ്കിൽ പായസമോ എന്തെങ്കിലും ആ രീതിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും, അതുപോലെ മൺചിരാതിൽ നെയ്വിളക്ക് തെളിയിക്കുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ്. വിഷ്ണു സഹസ്രനാമം ജപിച്ചു തുടങ്ങാൻ ഏറ്റവും ഉത്തമമായ മാസമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന നാമം നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക. ഈ മാസത്തെ പ്രാധാന്യം മനസ്സിലാക്കി നാമജപം അത് കൂടുതലായി ചെയ്യുക. കാരണം കലിയുഗത്തിൽ നാമജപത്തിനോളം പ്രാധാന്യം മറ്റൊന്നിനുമില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.